ഓക്കെ, അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഡിഫറെൻറ്റ് സെക്യൂരിറ്റി ത്രെറ്റ്സ് ആയിരുന്നു. അപ്പോൾ അതിൽ കമ്പ്യൂട്ടർ വൈറസ്, ദെൻ വോംസ്, ഐഡൻറ്റിറ്റി തെഫ്റ്റ് ആൻഡ് സ്പൂഫിങ്, ഇത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഇതിൻ്റെ ബാക്കി തന്നെയാണ്, ട്രോജൻ ഹോഴ്സസ്. നെക്സ്റ്റ് വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്യൂരിറ്റി തെഫ്റ്റാണ് ത്രെറ്റാണ് ട്രോജൻ ഹോഴ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, ട്രോജൻ ഹോഴ്സ് എന്ന് പറയുന്നത് അത് ഗ്രീക്ക് മെത്തഡോളജിയിൽ യൂസ് ചെയ്തിരുന്ന ഒരു ടേമാണ് ട്രോജൻ ഹോഴ്സ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ യൂസ് ചെയ്തിരുന്നത് ഗ്രീക്ക് മിത്തോളജിയിൽ ഇരുന്നത് ഇറ്റ് ഈസ് എ വുഡൻ ഹോഴ്സ്. ഓക്കെ, ഈ വുഡൻ ഹോഴ്സിനെ അവരെന്തിനാണ് യൂസ് ചെയ്തിരുന്നത്? ഗ്രീക്സ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു ട്രോയ് സിറ്റിയിലേക്ക് എൻ്റർ ചെയ്യുന്നതിനും അൺഒതൻറ്റിക്കലി എൻ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ആൻഡ് ആ ഒരു സിറ്റീനെ കോൺകർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുമാണ് അവർ ഈ ഒരു വുഡൻ ഹോഴ്സിനെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനെയാണ് ട്രോജൻ ഹോഴ്സ് എന്ന് അവർ നെയിം ചെയ്തത്. Likewise, in software field, this word also used for such unauthorized access or unauthorized programs. Okay, unauthorized programs-നെ മെയിൻലി നമ്മൾ ഈ ഒരു IT ഫീൽഡിൽ യൂസ് ചെയ്യുന്ന വേർഡ് എന്ന് പറയുന്നത് ട്രോജൻ ഹോഴ്സ് എന്നാണ്. അതാണ് നമ്മൾ അൺഒതൻറ്റിക്കലി അല്ലെങ്കിൽ അൺഓതറൈസ്ഡ്ലി ഒരു വെബ്സൈറ്റിലേക്കോ അല്ലെങ്കിൽ പേഴ്സണൽ ഇൻഫോർമേഷനോ ഗെയിൻ ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോഗ്രാംസിനെയാണ് ട്രോജൻ ഹോഴ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, an unauthorized program which passively gain control over another system by representing itself as an authorized program. നമുക്ക് ഈ ഒരു പ്രോഗ്രാം കാണുമ്പോൾ മിസ്റ്റേക്സ് ഒന്നും തോന്നില്ല, അല്ലെങ്കിൽ ഒരു ഡൗട്ടും തോന്നില്ല. ജസ്റ്റ് ഒരു ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആകാം, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം ആകാം. ഹാംഫുൾ ആണെന്നുള്ളത് നമുക്കതിന് അപ്പിയറൻസിൽ നമുക്ക് ഒരു ഫീലിങ്സും ഉണ്ടാവുന്നില്ല. ബട്ട് ഇറ്റ് ഇൻക്ലൂഡ് മലീഷ്യസ് സോഫ്റ്റ്വെയർ ഓർ സം അതർ സ്പൈ വർക്ക്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ജസ്റ്റ് സീ ചെയ്യുന്നത് വഴി ഒന്നും നമുക്ക് അതിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇറ്റ് ഈസ് ആൻ ഓതറൈസ്ഡ് പ്രോഗ്രാം. ലൈക്ക് നമ്മളുടെ ഒരു ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ചോദിച്ചുകൊണ്ട് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ ബാങ്ക് ബ്രാഞ്ചസിൽ നിന്ന് ഇൻഫോർമേഷൻ ചോദിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇൻഫോർമേഷൻ ആക്സസ് ചെയ്യുന്നതിന് വേണ്ടി വരുന്ന മെസ്സേജസ് നമുക്ക് കണ്ടാൽ എന്ത് തോന്നും? നമ്മളുടെ ആക്ച്വൽ അല്ലെങ്കിൽ റിയൽ ബാങ്ക് അക്കൗണ്ട് ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ബാങ്ക് ബ്രാഞ്ചസിൽ നിന്ന് തന്നെയാണ് മെസ്സേജ് വന്നതെന്ന് തോന്നും. ബട്ട് നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്താണ് നമുക്കതിൽ വരുന്ന ഫ്രോഡ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുക. അതുപോലെ കണ്ടാൽ നമുക്ക് ജസ്റ്റ് ഈ ഒരു പ്രോഗ്രാം കാണുന്ന സമയത്ത് നമുക്ക് ഫീൽ ഇറ്റ് ഈസ് ആൻ ഓതറൈസ്ഡ് പ്രോഗ്രാം. ബട്ട് once we enter into the program, we may feel any difficulties. It may be in the form of damage to our system or personal data. Okay, once it is activated, Trojans can enable cyber criminals to spy, steal sensitive data and gain backdoor access to system. എന്തിനൊക്കെ കഴിയും? നമ്മൾ ഈ ഒരു ട്രോജൻ ഹോഴ്സ് മെയിൻലി ഇത് ഇമെയിൽസ് വഴിയാണ് നമുക്ക് വരുന്നത്. ഒരു ഇമെയിൽ നമ്മളുടെ മെയിൽ ഇൻബോക്സിലേക്ക് വരുന്ന സമയത്ത് നമ്മളത് ഓപ്പൺ ചെയ്യുന്ന സമയത്താണ് മെയിൻലി ഈ ട്രോജൻ ഹോഴ്സ് എന്ന് പറയുന്ന പ്രോഗ്രാം ആക്ടിവേറ്റ് ആവുന്ന സമയത്ത് അവിടെ എന്താ നടക്കുന്നത്? ഈ ഒരു ട്രോജൻസ് മീൻസ് ഈ ട്രോജൻ ഹോഴ്സ് എന്നുള്ള സെക്യൂരിറ്റി ത്രെറ്റ് ചെയ്യുന്നവരെയാണ് or the person who done this security threat is known as Trojans. They enable the cyber criminals to spy, steal sensitive data and gain backdoor access to system. എന്തിനൊക്കെ അവർക്ക് കഴിയുന്നുണ്ട്? നമ്മളുടെ സെൻസിറ്റീവ് ഡാറ്റ, നമ്മളുടെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള നമ്മളുടെ പാസ്വേഡ് ആകാം, നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആകാം, പേഴ്സണൽ ഇൻഫോർമേഷൻസ് ആകാം, എനിവേ സെൻസിറ്റീവ് ഡാറ്റ അവർ സ്റ്റീൽ ചെയ്യുന്നു. ഓക്കെ, ആൻഡ് ദേ മേ ബി സ്പൈ വർക്ക് ചെയ്യാം, അതായത് നമ്മളുടെ ഇൻഫോർമേഷൻ മറ്റുള്ളവർക്ക് പ്രൊവൈഡ് ചെയ്യാം. ആൻഡ് ഗെയിൻ ബാക്ക്ഡോർ ആക്സസ് ടു സിസ്റ്റം. ബാക്ക്ഡോർ ആക്സസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ മൊബൈൽ ഫോൺസിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻഫോർമേഷൻ ആണെന്നുണ്ടെങ്കിലും പ്രോഗ്രാംസ് ആണെന്നുണ്ടെങ്കിലും ആക്സസ് ചെയ്യുക. ബാക്ക്ഡോർ ആക്സസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്രോഗ്രാംസിലേക്കുള്ള ആക്സസിബിലിറ്റിയാണ്. ഇതൊക്കെ ഗെയിൻ ചെയ്യുന്നതിന് അവർക്ക്
ആക്സസിബിലിറ്റി ഉണ്ടായിരിക്കും. അതുകൂടാതെ എന്തൊക്കെ ചെയ്യാം, നമ്മളുടെ സിസ്റ്റത്തിൻ്റെ കൺട്രോൾ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യുക, കംപ്ലീറ്റ് കൺട്രോൾ ഈ ഒരു സ്പൈ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അറ്റാക്കേഴ്സിന് കൺട്രോൾ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് നമ്മളുടെ പേഴ്സണൽ ഡാറ്റ ഡിലീറ്റ് ചെയ്യാം. നമ്മളുടെ സിസ്റ്റത്തിൽ നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റ ഡിലീറ്റ് ചെയ്യാം, ഓർ ദേ മേ ബി മോഡിഫൈ ഓർ ഓൾട്ടർ അവർ ഡാറ്റ. നമ്മളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണെന്നുണ്ടെങ്കിലും ത്രൂ അവർ അക്കൗണ്ട് അവർക്ക് ട്രാൻസാക്ഷൻസ് നടത്തുന്നതിന് വേണ്ടിയിട്ടും കഴിയും. ഓർ നമ്മളുടെ കമ്പ്യൂട്ടർ പ്രോഗ്രാംസിനെ ഡിസ്റപ്റ്റ് ചെയ്യാം ഓർ ഇൻറപ്റ്റ് ചെയ്യാം, നമ്മളുടെ പെർഫോമൻസിനെ സ്റ്റക്ക് ചെയ്യിക്കാനും അവർക്ക് കഴിയുന്നുണ്ട്. ഓക്കെ, ഇതാണ് ട്രോജൻ ഹോൾസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ മലീഷ്യസ് സോഫ്റ്റ്വെയർ ആൻഡ് ഇറ്റ് ലുക്സ് ഹാംലെസ്ലി, ബട്ട് once it is activated, then it may contribute to the damage of our system or personal data. This can be reduced or prevented through virus scanners, or sometimes anti-trojan scanners are available for preventing such attacks. ഓക്കെ, വൈറസ് സ്കാനേഴ്സ് നമുക്ക് സാധാരണ സോഫ്റ്റ്വെയർ ആയിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയും. അതായത് നമ്മൾ പേയ്മെൻറ്റ് നടത്തിയിട്ട് വാങ്ങുന്ന സോഫ്റ്റ്വെയർസ്. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആൻറ്റി ട്രോജൻ സ്കാനേഴ്സ് തന്നെ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മളുടെ ട്രോജൻ ഹോഴ്സസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്, സാധാരണ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ഫിഷിംഗ് ആണ്. ഇറ്റ് ഈസ് പ്രൊനൗൺസ്ഡ് ആസ് ഫിഷിംഗ്, PHISHING. ഓക്കെ, Phishing. In phishing, the fisher attempt to fraudulently retrieve legitimate users' confidential or sensitive information by mimicking electronic communication from a trustworthy or public organization in an automated fashion. ഇവിടെ എന്താ ചെയ്യുന്നത്, മിമിക്കിംഗ് ഓർ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മളുടെ പേഴ്സണൽ ഓർ കോൺഫിഡൻഷ്യൽ ഇൻഫോർമേഷൻസ് ഈ ഒരു ഫിഷർ മീൻസ് എ പേഴ്സൺ ഹൂ ഡൺ ദിസ് ഫിഷിംഗ് ആക്ടിവിറ്റി. Fishers collect our data, confidential data, by mimicking electronic communication. എന്താ ചെയ്യുന്നത്, നേരത്തെ പറഞ്ഞതുപോലെ ഒരു ട്രസ്റ്റ് വർത്തി ഓർഗനൈസേഷനിൽ വരുന്ന മെസ്സേജസ് പോലെ അല്ലെങ്കിൽ ഫോൺ കോൾസ് പോലെ നമുക്കൊരു ഫോൺ കോൾ അല്ലെങ്കിൽ മെസ്സേജ് അല്ലെങ്കിൽ ഇമെയിൽ നമുക്ക് സെൻഡ് ചെയ്യും. ഓക്കെ, ഇതുവഴി നമ്മൾ ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് ഇതിൽ കണ്ടൻറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ പേഴ്സണൽ ഇൻഫോർമേഷൻ ആക്സസ് ചെയ്യുന്ന രീതിയിലുള്ള കണ്ടൻ്റ് ആയിരിക്കും. അതായത് ജസ്റ്റ് ഒരു ഫോം ഫില്ല് ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ ഫോൺ കോൾസ് ആണെങ്കിൽ നമ്മളുടെ പേഴ്സണലായിട്ടുള്ള ഡാറ്റ ആക്സസ് ചെയ്യുന്നത് പോലത്തെ ക്വസ്റ്റ്യൻസൊക്കെയാണ് കണ്ടൻറ്റ് ഉണ്ടായിരിക്കുക. ഇറ്റ് വിൽ ടെംപ്റ്റ് ദ ഇൻഡിവിജ്വൽ ടു പ്രൊവൈഡ് അവർ സെൻസിറ്റീവ് ഡാറ്റ. ഓക്കെ, എന്ത് ചെയ്യും, ഇൻഡിവിജ്വലിന് തോന്നുകയാണ് അത് കൊടുക്കേണ്ടതാണ്, ഇറ്റ് ഈസ് ഓതറൈസ്ഡ് ആണ് എന്നുള്ളത് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഫോറംസ് ആണ് ഉണ്ടാകുന്നത്. നമ്മൾ ഇൻഫോർമേഷൻ കൊടുക്കുന്ന സമയത്ത് അവരെന്ത് ചെയ്യും, അത് മറ്റ് പേർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. മറ്റ് നമ്മളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും അക്കൗണ്ട് ട്രാൻസാക്ഷൻസ് നടത്തുന്നതിനും യൂസ് ചെയ്യുന്നതാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. ഇവിടെ എന്ത് തരത്തിലുള്ള നമ്മളുടെ പേഴ്സണൽ ഇൻഫോർമേഷൻ ആകാം, പേഴ്സണലി ഐഡൻറ്റിഫയബിൾ ഇൻഫോർമേഷൻസ് ആകാം, അല്ലെങ്കിൽ നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ ചില അക്കൗണ്ട് പാസ്വേഡ്സ് ആയിരിക്കാം. പാസ്വേഡ് കിട്ടിക്കഴിഞ്ഞാലുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് നമ്മളുടെ കംപ്ലീറ്റ് സിസ്റ്റത്തിലേക്കുള്ള ആക്സസിബിലിറ്റി അവർക്ക് കിട്ടിക്കഴിയും. ഇത്തരത്തിൽ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ആണ് ഫിഷേഴ്സ് ആക്സസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നടക്കുന്ന പ്രോസസ്സിൻ്റെ ബേസിൽ നമുക്ക് ഫിഷിംഗ് ആക്ടിവിറ്റീസിലെ ഫിഷേഴ്സിനെ 3 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതല്ലെങ്കിൽ 3 സ്റ്റേജസ് ആയിട്ടാണ് ഫിഷിംഗ് ആക്ടിവിറ്റി നടക്കുന്നത്. ഫസ്റ്റ് വൺ മെയിലേഴ്സ് ആണ്. ഓക്കെ, ഫസ്റ്റ് റോൾ ഓഫ് ഫിഷേഴ്സ് എന്ന് പറയുന്നത് മെയിലേഴ്സ് ആണ്. മെയിൽ സെൻഡ് ചെയ്യുന്ന പേഴ്സൺ. ദ മെയിലേഴ്സ് സെൻഡ് ഔട്ട് എ ലാർജ് നമ്പർ ഓഫ് ഫ്രോഡുലൻറ്റ് ഇമെയിൽസ്. ഓക്കെ, എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ യൂസേഴ്സിൻ്റെ അക്കൗണ്ടിലേക്ക്, ഇമെയിൽ അക്കൗണ്ട്സിലേക്ക് ഒരുപാട് ലാർജ് നമ്പർ ഓഫ് ഫ്രോഡുലൻറ്റ് ഇമെയിൽസ് ഇവർ പാസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ സെൻഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഇമെയിൽ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫ്രോഡുലൻറ്റ് വെബ്സൈറ്റിലേക്കാണ് എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, ഇത് എന്തായാലും ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള വെബ്സൈറ്റ് ആയിരിക്കില്ല, ഇവർ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വെബ്സൈറ്റിലേക്കാണ് നമ്മൾ എൻ്റർ ചെയ്യപ്പെടുന്നത്. അങ്ങനെ എൻ്റർ ചെയ്താൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഫിഷേഴ്സിൻ്റെ നെക്സ്റ്റ് റോൾ എന്ന് പറയുന്നത് കളക്ടേഴ്സാണ്. അവരെന്ത് ചെയ്യും, നമ്മളുടെ ഇൻഫോർമേഷൻ കളക്ട് ചെയ്യും. ദേ കളക്ട് ഓർ സെറ്റപ്പ് ഫ്രോഡുലൻറ്റ് വെബ്സൈറ്റ് വിച്ച് ആക്റ്റീവ്ലി പ്രോംപ്റ്റ് ടു പ്രൊവൈഡ് സെൻസിറ്റീവ് ഇൻഫോർമേഷൻ. നമ്മളുടെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ ലൈക്ക് നമ്മളുടെ പാസ്വേഡ് ആയിരിക്കുക, നമ്മളുടെ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ബാങ്ക് ഡീറ്റെയിൽസ്,
എന്ത് ചെയ്യും, അത് പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതിന് ടെംപ്റ്റ് ചെയ്യിക്കുന്ന രീതിയിലുള്ള ഒരു ഫോമോ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യനെയറൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ഈ ഒരു വെബ്സൈറ്റ് അതിനു വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. നെക്സ്റ്റ് നമ്മളത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നെക്സ്റ്റ് റോൾ എന്ന് പറയുന്നത് ക്യാഷേഴ്സാണ്. ദ ക്യാഷേഴ്സ് യൂസ് സച്ച് ഇൻഫർമേഷൻ ടു അച്ചീവ് എ പേ ഔട്ട്. ഓക്കെ, അവരെന്ത് ചെയ്യും, അവരതിൻ്റെ ഈ ഒരു നമ്മൾ കൊടുത്തിരിക്കുന്ന നമ്മളുടെ സെൻസിറ്റീവ് ഇൻഫോർമേഷൻ യൂസ് ചെയ്തിട്ട് ഗെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അവരുടെ പേഴ്സണൽ ഗെയിനിന് വേണ്ടിയിട്ട് ഈ ഇൻഫോർമേഷനെ യൂസ് ചെയ്യും. മറ്റ് ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻഫോർമേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഇവർ തമ്മിൽ, ഈ മെയിലേഴ്സ്, കളക്ടേഴ്സ് ആൻഡ് ക്യാഷേഴ്സ് തമ്മിൽ തന്നെ ഇതിന് ഇടയ്ക്ക് മോണിറ്ററി എക്സ്ചേഞ്ച് ഉണ്ടാകും. അതായത് ഇത്ര ഇൻഫോർമേഷൻ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ കളക്ടേഴ്സിന് മെയിലേഴ്സ് ഇത്ര എമൗണ്ട് കൊടുക്കുക, അല്ലെങ്കിൽ കളക്ടേഴ്സും തമ്മിലുള്ള എക്സ്ചേഞ്ചസ്, ഇവർ തമ്മിൽ തന്നെ കണക്റ്റഡ് ആയിരിക്കും. ഇവർ തമ്മിൽ ഒരു മോണിറ്ററി എക്സ്ചേഞ്ച് ഉണ്ടാകും. എനിവേ ഈ ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇല്ലീഗൽ ആൻഡ് ഇറ്റ് ഈസ് ഫ്രോഡുലൻറ്റ്. ഓക്കെ, ഇനി നമ്മളുടെ ഫോണിലേക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പാം കോൾ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വരാറുണ്ട്. ഇത് ഈ ഒരു ഫിഷിങ്ങിൻ്റെ ആക്ടിവിറ്റീൻ്റെ അണ്ടറിൽ വരുന്നതാണ്. സ്പാം കോള് അല്ലെങ്കിൽ സ്പാം മെസ്സേജസ്, നമ്മളുടെ ഫോണിലേക്ക് വരുന്ന ചില മെസ്സേജസ്, ഇമെയിലിൽ വരുന്ന ചില മെസ്സേജസൊക്കെ സ്പാമിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അതെന്ത് ചെയ്യും, നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിയുന്ന സമയത്ത്, ഇമെയിൽ അല്ലെങ്കിൽ മെസ്സേജസ് ആണെങ്കിൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള വെബ്സൈറ്റിലേക്കായിരിക്കും എൻ്റർ ചെയ്യുന്നുണ്ടാവുക. ചില സമയത്ത് എന്ത് ചെയ്യും, ഇത് വൈറസ് അറ്റാക്കിന് വരെ ചാൻസ് ചെയ്യുന്നുണ്ട്. നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ സോഫ്റ്റ്വെയറിലേക്ക് വൈറസ് എൻ്റർ ചെയ്യും. അപ്പോൾ വൈറസ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ഇതിലുള്ള ഓരോ ടേംസും കണക്റ്റഡ് ആണ്, സിമിലിയർ ആണ്, പക്ഷെ അത് ഇൻഫെക്റ്റ് ചെയ്യുന്ന രീതിയിൽ വരുന്ന ഡിഫറൻസസ് ആണ് ഇതിൻ്റെ ഓരോ ടേംസിൻ്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫിഷിങ്ങിൽ എന്താ നമ്മൾ പറയുന്നത്, നമ്മളുടെ കോൺഫിഡൻഷ്യൽ അല്ലെങ്കിൽ സെൻസിറ്റീവ് ഇൻഫോർമേഷൻ അവർ ആക്സസ് ചെയ്യുന്നത് മിമിക്കിംഗ് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ, സിമിലിയർ ഓർ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ, അല്ലെങ്കിൽ നമ്മളെ എന്താ പറയുക, ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള ഇൻഫോർമേഷനാണ് ചോദിക്കുന്നത് എന്നുള്ള രീതിയിൽ നമ്മളെ ഫ്രോഡുലൻ്റ്ലി മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തുകൊണ്ടാണ് അവർ ഇൻഫോർമേഷൻസ് ഗ്യാദർ ചെയ്യുന്നത്. ആൻഡ് ഇതിൽ 3 ടൈപ്പ് അല്ലെങ്കിൽ 3 റോൾസ് ഓഫ് ഫിഷേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നെക്സ്റ്റ് വരുന്ന ഒരു ടൈപ്പ് എന്ന് പറയുന്നത് ഹാക്കിംഗ് ആണ്. ഹാക്കിംഗ് ഓൾറെഡി ഒരു സെമിനാർ പോർഷനായിട്ട് വരുന്നതാണ്. അപ്പോൾ എന്താണ് ജസ്റ്റ് എന്നുള്ളത് നോക്കിയാൽ മതി, കൂടുതലായിട്ട് സെമിനാറിൽ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം. ഹാക്കിംഗ് ഈസ് ദ ഐഡൻറ്റിഫൈയിങ് വീക്ക്നെസ് ഇൻ എ കമ്പ്യൂട്ടർ സിസ്റ്റം ഓർ നെറ്റ്വർക്ക് ടു എക്സ്പ്ലോയിറ്റ് ഇറ്റ് വീക്ക്നെസ് ടു ഗെയിൻ ആക്സസ്. നമ്മളുടെ കമ്പ്യൂട്ടേഴ്സിലേക്ക് ആക്സസിബിലിറ്റി വരുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ കമ്പ്യൂട്ടറിൻ്റെ വീക്ക്നെസ് അല്ലെങ്കിൽ വീക്ക് പോയിൻ്റ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കും. ആൻഡ് അതിൻ്റെ ബേസിൽ ആ വീക്ക്നെസ് എന്താണോ, വീക്ക് പോയിൻ്റ് എന്താണോ, അത് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ഹാക്കിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ക്രിമിനൽ ഇൻ നേച്ചർ. സാധാരണഗതിയിൽ ഇറ്റ് ഈസ് ക്രിമിനൽ ഇൻ നേച്ചർ ഓർ ഇല്ലീഗൽ ഇൻ നേച്ചർ. പക്ഷേ ചില കേസിൽ എന്താ പറയുക, ചില നെസസറി ആയിട്ടുള്ള സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് ഹാക്കിംഗ് എന്ന് പറയുന്നത് ചില ഓർഗനൈസേഷൻസ് ചെയ്യാറുണ്ട്. എന്താ പറയുക, ചില സൈബർ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ സൈബർ ആക്ടിവിറ്റീസിൻ്റെ ഫ്രോഡുകൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ സാധാരണ ഹാക്കിംഗ് ലീഗലിയും പെർമിറ്റഡ് ആയിട്ട് ചെയ്യാറുണ്ട്. ഇത് സൈബർ സെല്ലിലൊക്കെയാണ് ഉണ്ടാവുക. അതല്ലാതെ പ്രൈവറ്റ് പേഴ്സൺസ് ചെയ്യുന്ന ഹാക്കിംഗ് ഇല്ലീഗലാണ്. സാധാരണ നമ്മൾ ഹാക്കിംഗ് എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിൽ ഇല്ലീഗലായിട്ട് ചെയ്യുന്ന പ്രൈവറ്റ് പാർട്ടീസ് ചെയ്യുന്ന ആക്ടിവിറ്റീസിനെയാണ് ഹാക്കിംഗ് എന്നുള്ള ടേമിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്പൈവെയർ ആണ്. ഹാക്കിങ്ങിൽ ഡിഫറെൻറ്റ് ടൈപ്സൊക്കെ വരുന്നുണ്ട്, അത് സെമിനാറിൽ ഡിസ്കസ് ചെയ്യും. സ്പൈവെയർ ആണ് നെക്സ്റ്റ് വരുന്നത്. സ്പൈ വർക്ക് എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുള്ള ടേമാണ്. സ്പൈ വർക്ക് ചെയ്യുക എന്നുള്ളത് എന്താ, നമ്മളുടെ ഇൻഫോർമേഷൻ നമ്മളറിയാതെ മറ്റു പാർട്ടീസിന് പാസ് ചെയ്യുന്നതിനാണ് സ്പൈ വർക്ക് ചെയ്യുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലൈക്ക്വൈസ് ഇൻ സോഫ്റ്റ്വെയർ field, spyware is a type of software that collect information about use of a computer, usually without the knowledge of the owner of the computer, and passes this information across the internet to a third party location. എന്താ ചെയ്യുന്നത്, ഇവിടെ ആക്സസ് ചെയ്യുന്നത് നമ്മളുടെ പേഴ്സണൽ ഇൻഫോർമേഷൻ അല്ല, നമ്മളുടെ യൂസേജസ് ആണ് ഇവിടെ
എന്ത് ചെയ്യുന്നത്, ട്രാക്ക് ചെയ്യപ്പെടുന്നത്. എന്താവാം, നമ്മൾ സാധാരണ എന്താ പറയുക, റെഗുലർലി യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ വിസിറ്റ് ചെയ്യുന്ന ചില വെബ്സൈറ്റുകൾ ഉണ്ടാകാം. അല്ലെങ്കിൽ നമ്മളുടെ ബാങ്ക് ഡീറ്റെയിൽസ് സാധാരണ ചെക്ക് ചെയ്യുന്നുണ്ടാകാം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ പാസ്വേഡ് എപ്പോഴും നമ്മൾ സാധാരണ പാസ്വേഡ് കീസായിട്ടാണ് ഉണ്ടാവുക, കീസ് പ്രസ് ചെയ്യുന്നുണ്ടാകാം. ഇതുപോലെ നമ്മൾ യൂഷ്വലി ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ റെഗുലർലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ യൂസേജസിനെയാണ് ഇവിടെ ട്രാക്ക് ചെയ്യുന്നത്. റെഗുലർലി എന്താണ് നമ്മളുടെ ടേസ്റ്റ്, നമ്മൾ സാധാരണ കൂടുതലായിട്ട് നമ്മൾ ഏത് വെബ്സൈറ്റിലേക്കാണ് വിസിറ്റ് ചെയ്യുന്നത് എന്നുള്ള നമ്മളുടെ ടേസ്റ്റ് എന്താണോ, നമ്മളുടെ ആക്ടിവിറ്റീസ് എന്താണെന്നുള്ളത് ഹാക്ക് ചെയ്യുന്നു. ഓക്കെ, ആൻഡ് ഇങ്ങനെ ഹാക്ക് ചെയ്തിട്ടുള്ള ഇൻഫോർമേഷൻ, ട്രാക്ക് ചെയ്യുന്ന ഇൻഫോർമേഷൻസിനെ ഇവർ മറ്റ് തേർഡ് പാർട്ടീസിന് പ്രൊവൈഡ് ചെയ്യും. ആൻഡ് ഈ ഒരു തേർഡ് പാർട്ടീസ് എന്ത് ചെയ്യും, നമുക്ക് അതിൻ്റെ ബേസിൽ ഹാക്കിംഗ് മെത്തേഡ്സ് അറേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ സ്പൈവെയർ എന്ന് പറയുന്നത് യൂസേഴ്സിൻ്റെ നോളജ് ഇല്ലാതെ, യൂസേഴ്സിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ തന്നെ അവരുടെ യൂസേജസ്, പാറ്റേൺ ഓഫ് യൂസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ആൻഡ് അത് കളക്ട് ചെയ്ത് മറ്റ് തേർഡ് പാർട്ടീസിന് പാസ് ചെയ്യുന്ന ഇൻഫോർമേഷനാണ്, പ്രോസസ്സിനെയാണ് സ്പൈവെയർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂഷ്വലി എ സോഫ്റ്റ്വെയർ, മെലീഷ്യസ് സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, ഇറ്റ് ഈസ് എ മെലീഷ്യസ് സോഫ്റ്റ്വെയർ. It is usually embedded within another software package. When the user install the package, the spyware is installed as well and start gathering, thus sending personal information in one form or another. എന്ത് ചെയ്യുന്നുണ്ട്, സാധാരണ ഇതൊരു സിംഗിൾ പാക്കേജ്, ഒരു സിംഗിൾ സോഫ്റ്റ്വെയർ എന്നതിനുപരി മറ്റ് നമ്മൾ സാധാരണ ഇൻ്റർനെറ്റിൽ നിന്ന് ഒരുപാട് ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർസ് ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. ഗൂഗിൾ പ്ലേ സ്റ്റോഴ്സ് എന്നൊക്കെ ആണെങ്കിലും ഒരുപാട് സോഫ്റ്റ്വെയർസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യും. ലൈക്ക് ഫയൽ ഷെയർ ചെയ്യുന്നതിനുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടാകാം, മെസ്സേജിങ്ങിന് നമ്മൾ സോഷ്യൽ മീഡിയ പോലത്തെ മെസ്സേജസ്, ഇൻസ്റ്റൻറ്റ് മെസ്സേജസിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടാകാം. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. ഇത്തരം സോഫ്റ്റ്വെയർസ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെയായിരിക്കും ഈ ഒരു സ്പൈവെയറും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ബട്ട് വി ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്, അങ്ങനെ ഒരു സ്പൈവെയർ സോഫ്റ്റ്വെയർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാകില്ല. ഓക്കെ, ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ സാധാരണ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ ഫോണിലോ ഏത് കീസാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്, നമ്മളുടെ പാറ്റേൺ കണ്ടാൽ നമുക്ക് അവർക്ക് എന്ത് മനസ്സിലാക്കാം, നമ്മളുടെ പാസ്വേഡ് എന്താണ്, അല്ലെങ്കിൽ നമ്മളുടെ ബാങ്ക് ഡീറ്റെയിൽസ് എന്താണ്, നമ്മൾ കൂടുതലായിട്ട് ഏത് വെബ്സൈറ്റാണ് റെഗുലർലി വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മളുടെ യൂസേജ് ഹാബിറ്റ്സ് എന്തൊക്കെയാണ്, പാറ്റേൺ ഓഫ് യൂസ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് അവർ ട്രാക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കുറച്ച് പീരീഡിലേക്ക് നമ്മൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇൻഫോർമേഷൻ അവർ മറ്റ് തേർഡ് പാർട്ടീസ് അല്ലെങ്കിൽ ഓൺലൈൻ അറ്റാക്കേഴ്സിന് സെല്ല് ചെയ്യും. ഓക്കെ, ഇതാണ് അവരുടെ ഇൻകം എന്ന് പറയുന്നത്. നമ്മളുടെ ഇൻഫോർമേഷൻ മറ്റ് അറ്റാക്കേഴ്സിന് സെൻഡ് ചെയ്യുന്നതാണ് അവരുടെ ഇൻകം എന്ന് പറയുന്നത്. ആൻഡ് ഈ സെല്ല് ചെയ്യുന്ന ആക്ടിവിറ്റിയാണ് ഇവർ കണ്ടക്ട് ചെയ്യുന്നത്. ആൻഡ് ആ പാർട്ടി, അറ്റാക്കേഴ്സ് എന്ത് ചെയ്യും, നമുക്ക് അതിൻ്റെ ബേസിൽ നമ്മളുടെ എന്താ പറയുക, നമ്മളുടെ ടേസ്റ്റ് അല്ലെങ്കിൽ നമ്മളുടെ ഹാബിറ്റിൻ്റെ ബേസിൽ അവർ സ്പാം അല്ലെങ്കിൽ ഹാക്കിങ് ചെയ്യുന്നു. അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടാണ് ട്രാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആ ഒരു അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കുന്ന സമയത്ത് നേരെ ഇത് പോകുന്നത് ഓൺലൈൻ അറ്റാക്കേഴ്സിൻ്റെ സൈറ്റിലേക്കായിരിക്കും. അതുവഴി ഫിനാൻഷ്യൽ ക്രൈം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രോഡ്സ് നടക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇതാണ് സ്പൈവെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒക്കെ റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ആണെങ്കിലും എന്ത് ചെയ്യും, അവരവരുടെ മോണിറ്ററിങ് ചാർജസ്, ഒരുപാട് സെക്യൂരിറ്റി മെഷേഴ്സ് അവരുടെ എടുക്കുന്നുണ്ടാകും. അപ്പോൾ അതുവഴി തന്നെ എന്ത് ചെയ്യും, അവർക്ക് കോസ്റ്റ് കൂടും. പ്രോപ്പർലി ഈ ഒരു ചെക്കിംഗ് സിസ്റ്റം ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് വഴി എന്ത് ചെയ്യും, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അല്ലെങ്കിൽ സെല്ലേഴ്സിനൊക്കെ അഡീഷണൽ കോസ്റ്റ് ഇൻകർ ചെയ്യും. അപ്പോൾ അത് അവരുടെ ഓപ്പറേഷണൽ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇത് റെഡ്യൂസ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഇത് കംപ്ലീറ്റ് അവർക്ക് ക്യാച്ച് ചെയ്യുന്നതിന് വേണ്ടി എന്ത് ചെയ്യും, കസ്റ്റമേഴ്സിൻ്റെ അടുത്തുനിന്ന് എന്ത് ചെയ്യും, അവർ ചാർജ് കൂട്ടും. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ചാർജസ് കൂടുന്നത് ഒരു സർട്ടൻ പീരീഡ് കഴിഞ്ഞാൽ ചാർജസ് കൂടുന്നുണ്ട്. നമ്മൾ
ATM യൂസ് ചെയ്താലും ഇല്ലെങ്കിലും നമ്മൾ ആ ഒരു ATM ചാർജസ് നമ്മളറിയാതെ അക്കൗണ്ടിൽ നിന്ന് പേയ്മെൻറ്റ് ബാങ്ക് തന്നെ എടുക്കുന്നുണ്ട്. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബാങ്ക് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇത്തരം ഫ്രോഡ് കുറയ്ക്കുന്നതിന് വേണ്ടി ഒരുപാട് മെഷേഴ്സ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടി അവർക്ക് ഇൻകർ എന്നുള്ള ഓപ്പറേറ്റിംഗ് കോസ്റ്റുകൾ കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളുടെ അടുത്തു നിന്നുള്ള എന്ത് ചെയ്യുന്നത് ചാർജസ് അവർ എടുക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, ഇത് അൾട്ടിമേറ്റ്ലി എഫക്റ്റ് ചെയ്യുന്നത് കസ്റ്റമേഴ്സിനെ തന്നെയാണ്. കസ്റ്റമേഴ്സിൻ്റെ ചാർജസാണ് ഇതുവഴി ഇൻക്രീസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കോസ്റ്റ് കൂടുന്നതിന് പോലും ഇത്തരം സെക്യൂരിറ്റി ത്രെറ്റ്സ് റീസൺ ആവുന്നുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ടൈപ്പാണ് മാൽവെയർ. മാൽവെയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഷോർട്ട് ഫോം ഓഫ് മലീഷ്യസ് സോഫ്റ്റ്വെയർ. നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ട്രോജൻ ഹോഴ്സ് ആണെങ്കിലും വൈറസ്, വോംസ്, സ്പൈവെയർ എല്ലാം ഈ ഒരു മാൽവെയറിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. കംപ്ലീറ്റ് ആയിട്ട് വരുന്ന ഈ ഒരു മലീഷ്യസ് സോഫ്റ്റ്വെയറിനെ നമ്മൾ ടേം ചെയ്യുന്നത് മലീഷ്യസ് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ മാൽവെയർ എന്നാണ്. ഇതുവരെ പറഞ്ഞിരിക്കുന്ന എല്ലാം നമുക്ക് ഇതിൻ്റെ അണ്ടറിൽ എഴുതാവുന്നതാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞു ഇതിൽ വേരിയസ് ഒരുപാട് സിമിലിയർ ടേംസാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കൂടെ അതിൽ എന്താ പറയുക, അതിൻ്റെ ഇൻഫെക്റ്റ് ചെയ്യുന്ന മെത്തേഡ്സിൽ അല്ലെങ്കിൽ അത് എഫക്റ്റ് ചെയ്യുന്ന മെത്തേഡ്സിൽ ഡിഫറൻസസ് വരുന്നുണ്ട്. ലൈക്ക് ഇപ്പോൾ നമ്മൾ ട്രോജൻ ഹോഴ്സ് പറഞ്ഞത് ഇത് കൂടുതലായിട്ട് വെബ്സൈറ്റുകൾ വഴിയാണ് വരുന്നത്, അല്ലെങ്കിൽ ഇമെയിൽസ് വഴിയാണ് ട്രോജൻ ഹോഴ്സ് കൂടുതലായിട്ട് നമ്മളുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിനെ അല്ലെങ്കിൽ മൊബൈൽ ഫോൺസിനെ ഇൻഫെക്റ്റ് ചെയ്യുന്നത്. അതേസമയം വൈറസ് ആണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ഇൻഫെക്റ്റ് ചെയ്യുന്നത് ഫയൽ ട്രാൻസ്ഫേഴ്സ് വഴിയാണ്. നമ്മളൊരു USB കേബിൾ ഒരു കമ്പ്യൂട്ടറിൽ കുത്തി മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത് വഴി, അല്ലെങ്കിൽ ഒരു ഹാർഡ് ഡിസ്ക്, ഒരു CD ആവാം, ഒരു ലാപ്പിൽ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം മറ്റൊരു ലാപ്പിൽ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്തൊക്കെയാണ് കൂടുതലായിട്ട് വൈറസ് അറ്റാക്കുകൾ വരുന്നത്. അപ്പോൾ ഇൻഫെക്റ്റ് ചെയ്യുന്ന മെത്തേഡ്സിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ട്, ഡിഫറെൻറ്റ് ടൈപ്പ് വരുന്നുണ്ട്, ഒരുപാട് ടൈപ്പിൽ ഇൻഫെക്റ്റ് ചെയ്യുന്നത്. ചിലത് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് വഴി ഇൻഫെക്റ്റ് ചെയ്യുന്നുണ്ടാകാം, ചിലത് ഇമെയിൽ ഓപ്പൺ ചെയ്യുന്നത് വഴി ഇൻഫെക്റ്റ് ചെയ്യുന്ന സെക്യൂരിറ്റി ത്രെറ്റ്സ് ഉണ്ട്, ചിലത് നമ്മളൊരു സ്പാം കോൾ അറ്റൻഡ് ചെയ്യുന്നത് വഴി, ജസ്റ്റ് അറ്റൻഡ് ചെയ്താൽ മതി, നമ്മളുടെ ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്ന തരത്തിലുള്ള സെക്യൂരിറ്റി ത്രെറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇൻഫെക്റ്റ് ചെയ്യുന്ന മെത്തേഡ്സിൽ ഡിഫറൻസസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ കമ്പ്യൂട്ടേഴ്സിനെ ആണെങ്കിലും മൊബൈൽ ഫോൺസിനാണെങ്കിലും എഫക്റ്റ് ചെയ്യുന്ന മെത്തേഡ്സിൽ വരുന്ന ഡിഫറൻസസ്. എഫക്റ്റ് ചെയ്യുന്ന മെത്തേഡ്സിൽ വരുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് ചിലത് നമ്മളുടെ ഹോൾ സിസ്റ്റത്തിനെ ഡാമേജ് ചെയ്യുന്നുണ്ടാകാം, ചില ഇൻഫോർമേഷൻസ് സ്പൈ വർക്ക് ചെയ്യുന്നതായിരിക്കാം, അതായത് നമ്മളുടെ ഇൻഫോർമേഷൻ മറ്റ് പാർട്ടീസിന് പാസ് ചെയ്യുന്നതാകാം, ചിലത് നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസിന് മാത്രം സ്പെഷ്യലി മേക്ക് ചെയ്തിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ എന്താ പറയുന്നത് എഫക്റ്റ് ചെയ്യുന്ന ഒരു ട്രോജൻ ഹോഴ്സ് സോഫ്റ്റ്വെയർ ആണ് ടിൻബ എന്ന് പറയുന്നത്. അത് മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് അതിന് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അങ്ങനെ എഫക്റ്റ് ചെയ്യുന്ന മെത്തേഡ്സിലാണെന്നുണ്ടെങ്കിലും ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബേസിൽ ഇൻഫെക്റ്റ് ചെയ്യുന്ന മെത്തേഡിൻ്റെ ബേസിലും എഫക്റ്റ് ചെയ്യുന്ന മെത്തേഡിൻ്റെ ബേസിലുമാണ് മാൽവെയറിൻ്റെ അണ്ടറിൽ ഒരുപാട് സോഫ്റ്റ്വെയർസ് അല്ലെങ്കിൽ ഒരുപാട് പ്രോഗ്രാംസ് വരുന്നത്. ഓക്കെ, so malware is a short term for malicious software and is typically used as a term to refer to any software designed to cause damage to single computer, server or computer network or any type of devices. ഓക്കെ, നമ്മളുടെ സിസ്റ്റത്തിനെ ഏത് രീതിയിൽ ഡാമേജ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് ആണെങ്കിലും പ്രോഗ്രാംസ് ആണെങ്കിലും ഇറ്റ് കംസ് അണ്ടർ മാൽവെയർ. ദെൻ സ്പാം നമ്മൾ ഓൾറെഡി ഡെയിലി ലൈഫിൽ ഒരുപാട് നമുക്ക് സ്പാം കോൾസ് ആണെന്നുണ്ടെങ്കിലും സ്പാം മെസ്സേജസ് ആണെങ്കിലും ഒക്കെ നമ്മൾ കാണുന്നതാണ്. സോ സ്പാം റെഫേഴ്സ് ടു ഇറെലവൻറ്റ് ഓർ അൺസോളിസിറ്റഡ് മെസ്സേജസ് സെൻഡ് ഓവർ ദ ഇൻ്റർനെറ്റ്, ടിപ്പിക്കലി ടു ലാർജ് നമ്പർ ഓഫ് യൂസേഴ്സ് ഫോർ ദ പർപ്പസ് ഓഫ് അഡ്വർടൈസിങ്, ഫിഷിംഗ് ഓർ സ്പ്രെഡ് മാൽവെയർ എക്സെട്ര. എന്താണ് ചെയ്യുന്നത്? സ്പാം എന്ന് പറയുന്നത് നമുക്ക് കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇത് ഒറിജിനലി നമുക്ക് ഒരു ഹാമായിട്ടൊന്നും വരുത്തുന്നുണ്ടാവില്ല. എന്താ ഇത് ചെയ്യുന്നത്? ഒരുപാട് ഇറലവൻ്റ് ആയിട്ടുള്ള നമ്മളുടെ ജങ്ക് മെയിൽസ് കൂടുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മളുടെ ഫോണാണെങ്കിലും ഇമെയിൽ ആണെങ്കിലും ഹാങ് ആവുന്ന തരത്തിൽ ഒരുപാട് ഇറലവൻ്റ് ആയിട്ട് വരുന്ന ഇൻഫോർമേഷൻ അല്ലെങ്കിൽ മെസ്സേജസ് പാസ് ചെയ്യുന്നതാണ് സ്പാം എന്ന് പറയുന്നത്. ഓക്കെ, ഇതുവഴി നമ്മളുടെ ആക്ടിവിറ്റീസിനെ ഹാക്ക് ചെയ്യല ജാമാവും. ഓക്കെ, നമുക്ക് ആക്ടിവിറ്റീസിൽ എൻ്റർ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ജാമാവും.
ഒരുപാട് ഇറലവൻ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുന്നതാണ് സ്പാം എന്ന് പറയുന്നത്. സാധാരണയായിട്ട് ഇത് മാർക്കറ്റിംഗ്, കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടി, അഡ്വർടൈസിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് ഒരുപാട് മെസ്സേജസ് സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ചില കേസിൽ അത് ഓപ്പൺ ചെയ്യുന്നത് വഴി എന്താകാം, മാൽവെയർ നമ്മളുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിനെ എഫക്റ്റ് ചെയ്യാം, ഓർ ഫിഷിംഗ് ആക്ടിവിറ്റീസ് നടത്താം. സാധാരണ കൂടുതലായിട്ടും ഇത് അഡ്വർടൈസിങ്ങിന് വേണ്ടിയിട്ടാണ് സ്പാം വരുന്നത്. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ, ഇൻ്റർനെറ്റ് ഹോക്സ്. ഇത് ഇൻ്റർനെറ്റ് ഹോക്സസ് ആർ സ്റ്റോറീസ് ദാറ്റ് സ്പ്രെഡ് throughout the internet, often through email, forums or blogs, or showing messages that are untrue or alterations of the truth. എന്താ ചെയ്യുന്നത്? ഇത് സാധാരണയായിട്ട് നമ്മളുടെ ടൈം വേസ്റ്റേജസിന് അല്ലെങ്കിൽ നമ്മളുടെ സിസ്റ്റത്തിൽ നിന്ന് ജാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സിസ്റ്റം ജാം ആവുന്നത് വഴിയുന്നത് എന്താണ്, ട്രാഫിക് കൂടുന്ന സമയത്ത്, അതായത് ഒരുപാട് ഇൻഫോർമേഷൻ അറ്റ് എ ടൈം പാസ് ചെയ്യുന്ന സമയത്ത് ഇൻ്റർനെറ്റ് ജാമാവും. അതായത് ഒരു ഏരിയയിലും മെസ്സേജസ് സെൻഡ് ആവില്ല, നമ്മൾ എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ആവുന്നില്ല, നമുക്കൊരു ഇൻഫർമേഷനും റിട്രീവ് ചെയ്യാൻ കഴിയാത്ത വിധം ഇൻ്റർനെറ്റ് ജാം ആവുന്ന ഒരു സിറ്റുവേഷനിൽ എത്തിക്കുന്ന ഒരു പ്രോസസ്സാണ് ഇൻ്റർനെറ്റ് ഹോക്സ് എന്ന് പറയുന്നത്. ഇവിടെ അറ്റാക്ക് ചെയ്യപ്പെടുകയല്ല, നമ്മളുടെ സിസ്റ്റം അറ്റാക്ക് ചെയ്യപ്പെടുകയല്ല, നമ്മളുടെ ആക്ടിവിറ്റീസിനെ ജാം ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ട്രാഫിക് എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇവിടെ ചെയ്യുന്നത് എന്താണ്, ഇമെയിൽ വഴി ഒരുപാട് ലാർജ് നമ്പർ ഓഫ് മെസ്സേജസ് പാസ് ചെയ്തുകൊണ്ടിരിക്കുക. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇൻ്റർനെറ്റിലൂടെ ഏതെങ്കിലും ഒരു വൈറസ് പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്താൽ വൈറസ് ഇൻഫെക്റ്റ് ചെയ്യും, അതുകൊണ്ട് ഇത്തരം മെസ്സേജസ് അല്ലെങ്കിൽ ഇത്തരം ഇമെയിൽ ആരും ഓപ്പൺ ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് ചില മെസ്സേജസ് ഒക്കെ വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അത് നമ്മളുടെ നോൺ പേഴ്സൺസിന് എല്ലാവർക്കും ആ ഒരു മെസ്സേജ് പാസ് ചെയ്യും അല്ലേ. അങ്ങനെ പാസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേഴ്സൺസ് ഇത് പാസ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ആരും അറ്റാക്ക് ചെയ്യപ്പെടരുത് എന്നുള്ള ഒരു എയിം വെച്ചുകൊണ്ട് എല്ലാവരും ഇത് പാസ് ചെയ്യും. എന്താ ചെയ്യുന്നത്, സാധാരണഗതിയിൽ ഈ മെസ്സേജസിൽ ഒന്നും ഉണ്ടാവില്ല, അതിനൊരു ബേസിക് ആയിട്ടുള്ള റിയാലിറ്റി ഒന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്നത് വഴി ട്രാഫിക് ഉണ്ടാക്കുക എന്നുള്ളൊരു എയിമോട് കൂടെ മാത്രം ഫോം ചെയ്തിട്ടുള്ള ചില മെസ്സേജസ് ആയിരിക്കും ഇത്, അല്ലെങ്കിൽ ഇമെയിൽസ് ആയിരിക്കും ഇത്. ഇതുവഴി മിസ്അണ്ടർസ്റ്റാൻഡിങ് വഴി കമ്പ്യൂട്ടേഴ്സിൻ്റെ ആക്ടിവിറ്റീസിനെ ജാം ചെയ്യിക്കുക എന്നുള്ളതാണ് ഇൻ്റർനെറ്റ് ഹോക്സിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ ഒരുപാട്, നമ്മളുടെ ഈ ഒരു പോർഷൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ഇതുപോലെ ഒരുപാട് സെക്യൂരിറ്റി ത്രെറ്റ്സ് നമ്മളുടെ എന്താ പറയുക ഇൻ്റർനെറ്റ് ഏരിയാസിൽ വരുന്നുണ്ട്. ഇലക്ട്രോണിക് പേയ്മെൻറ്റ്സിലാണെങ്കിലും ഓൺലൈൻ ഷോപ്പിങ്ങിലാണെങ്കിലും ഈവൻ സോഷ്യൽ മീഡിയ യൂസേജസിലാണെങ്കിലും ഇതുപോലെ എന്ത് വരുന്നുണ്ട്, ഒരുപാട് സെക്യൂരിറ്റി ത്രെറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഇത് റെഡ്യൂസ് ചെയ്യുന്നതിന് എന്തൊക്കെ മെഷേഴ്സ് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.